2009 സെപ്റ്റംബർ 14 വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ ഈ അത്യാഹിതം സംഭവിച്ചത്. എന്താണെന്നല്ലേ, ഈ കറുത്ത ദൃശ്യത്തിൽ നിന്നും ഒരല്പം പുറകോട്ട് മാറി നിന്ന് നോക്കൂ. നമ്മൾ എന്താണ് ഇവിടെ കാണാൻ മറന്നത്? ഒന്നാലോചിച്ച് നോക്കൂ. പ്രധാനപ്പെട്ട CPU ഒഴികെ ബാക്കിയെല്ലാം ഇവിടെയുണ്ട്. ഇക്കഴിഞ്ഞ മഴയ്ക്കുണ്ടായ അതിശക്തമായ മിന്നലിൽ എല്ലാം തകർന്ന് തരിപ്പണമായി. ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ഈ മോണിറ്ററിനുമുണ്ട് പറയാനൊരു കഥ. 1500 രൂപയ്ക്ക് വാങ്ങിച്ച മോണിറ്ററിൽ 2500 രൂപയുടെ പണിയുണ്ടെന്ന് കേട്ട വിഷ്ണു ഞെട്ടിപ്പോയി. എല്ലാ കോപവും മെക്കാനിക്കിന്റെ പുറത്ത് തീർത്ത് വിഷ്ണു എല്ലാം കൊണ്ട് ഇതുപോലെ മനോഹരമായി സെറ്റ് ചെയ്തു. CPU വരാൻ ഇനിയും താമസിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സംഭവത്തിന്റെ ആഘാതത്തിൽ മാനസിക നില തകർന്ന് അവനൊരു ഭ്രാന്തനെ പോലെ പെരുമാറി. വിളയാട്ടത്തിൽ എല്ലാം നഷ്ടമായിരിക്കുന്ന വിഷ്ണുവിനെ ഇനി നമുക്കൊന്ന് കാണണ്ടേ? പറയൂ, ആരാണ് ഇതിന് ഉത്തരവാദി? വീഴ്ച ദേവേന്ദ്രനാണോ, അതോ ഇലക്ട്രിസിറ്റി ബോർഡാണോ, അതോ എല്ലാത്തിനും കാരണക്കാരനായ ഇവൻ തന്നെയാണോ? ഇടിയും മിന്നലുമുള്ളപ്പോൾ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക. ഇല്ലെങ്കിൽ നാളെ വിഷ്ണു നിങ്ങളായേക്കാം.